ഹായ് എവരി വൺ. അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ റിവിഷൻ്റെ പാർട്ട് 2 ആണ്. ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെത്തേഡ്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം. മെത്തേഡ്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ 2 മെത്തേഡാണ് മെയിനായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള 2 മെത്തേഡാണ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ഫോളോ ചെയ്യുന്നത്. അസർട്ടൈനിങ് പ്രോഫിറ്റ് അണ്ടർ സിംഗിൾ എൻട്രി സിസ്റ്റം. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യാനായിട്ടാണ് നമ്മൾ 2 മെത്തേഡും യൂസ് ചെയ്യുന്നത്. അതിൽ അതായത് ഏതൊരു ബിസിനസ് എൻറ്റിറ്റി ആണെങ്കിലും ഏതൊരു ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിലും ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ടു ഏൺ പ്രോഫിറ്റ് ആൻഡ് മാക്സിമൈസ് പ്രോഫിറ്റ് എന്നുള്ളതാണ്. പ്രോഫിറ്റ് ഏൺ ചെയ്യുക, അത് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള പർപ്പസ്. അപ്പോൾ ഒരു ഇയർ എൻഡ് ആകുമ്പോൾ ഒരു ഫേം അത് ഏത് സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഫേം ആണെങ്കിലും അവർക്ക് അവരുടെ പ്രോഫിറ്റ് ലോസ് അറിയാനായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും, താല്പര്യം ഉണ്ടായിരിക്കും. അതിനുവേണ്ടി ചെറിയ ചെറിയ ബിസിനസ് സ്ഥാപനങ്ങൾ, ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യാത്ത ബിസിനസ് സ്ഥാപനങ്ങൾ അവരെങ്ങനെയാണ് പ്രോഫിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് അല്ലെങ്കിൽ നെറ്റ് വർത്ത് മെത്തേഡാണ്. രണ്ടാമത്തെ മെത്തേഡ് കൺവേർഷൻ മെത്തേഡാണ്. കൺവേർഷൻ മെത്തേഡ് കുറച്ചുകൂടി വലിയ ഓർഗനൈസേഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് വളരെ ചെറിയ ഫേമുകളാണ് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് എന്താണെന്ന് പഠിക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയർ അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അതെന്താ സംഭവം? ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ ബാലൻസ് ഷീറ്റാണ് പ്രിപ്പയർ ചെയ്യുക, അല്ലേ? ആ ബാലൻസ് ഷീറ്റിന് പകരം സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്. ബാലൻസ് ഷീറ്റിലെ പോലെ തന്നെ അസറ്റ്സും എഴുതും, ലയബിലിറ്റി എഴുതും. പക്ഷേ ബാലൻസ് ഷീറ്റ് നമ്മൾ എന്താ ചെയ്യുക? അസറ്റ്സും ലയബിലിറ്റി എഴുതി ടോട്ടൽ ടാലി ആക്കുക. പക്ഷേ എന്നിട്ട് അത് ഫിനാൻഷ്യൽ പൊസിഷൻ ഡിസ്ക്ലോസ് ചെയ്യാനാണ് അത് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ബാലൻസ് ഷീറ്റിന് പകരം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യും. നമ്മൾ എന്ത് ചെയ്യും? അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷനിൽ നിന്ന്, അത് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ക്യാഷ് ബുക്ക് ഉണ്ടാവും, പേഴ്സണൽ ലെഡ്ജർ ഉണ്ടാവും, അതായത് ക്രെഡിറ്റേഴ്സിൻ്റെ അക്കൗണ്ടോ ഡെറ്റേഴ്സിൻ്റെ അക്കൗണ്ടോ ചെറിയ ചെറിയ ഇൻഫർമേഷൻസ് ഇൻകംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ആ ഇൻഫർമേഷൻ, അതുപോലെ ഫർണിച്ചർ, ലാൻഡ്, അതൊക്കെ ഫേമിനുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇൻഫർമേഷൻ വെച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ബാലൻസ് ഷീറ്റിന് പകരമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യാൻ പോവുക. അപ്പോൾ നമ്മൾ ആദ്യം അസറ്റ്സ് എല്ലാം എഴുതും, അവൈലബിൾ ആയിട്ടുള്ള ലയബിലിറ്റീസ് എഴുതും. രണ്ടും ബാലൻസ് ചെയ്യുമ്പോൾ അസറ്റ്സിൽ നിന്ന് ഈ ലയബിലിറ്റി ലെസ് ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസിങ് ഫിഗറായിട്ട് ലയബിലിറ്റി സൈഡിൽ മിസ്സിങ് ആയിട്ടുള്ള ഐറ്റം ക്യാപിറ്റൽ അത് കിട്ടും. അപ്പോൾ ശരിക്കും ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഫൈൻഡ് ഔട്ട് ക്യാപിറ്റൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ പ്രിപ്പയർ ചെയ്യുന്നത്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ടത്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഓപ്പണിംഗ് ഡേറ്റിനും പ്രിപ്പയർ ചെയ്യാറുണ്ട്, ക്ലോസിംഗ് ഡേറ്റിനും പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഓപ്പണിംഗ് ക്യാപിറ്റൽ നമുക്ക് അവൈലബിൾ അല്ലെങ്കിൽ ഓപ്പണിംഗ് ഡേറ്റിനുള്ള അസറ്റ്സും അതുപോലെ ലയബിലിറ്റീസും വെച്ചിട്ട് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ബിഗിനിങ് ഡേറ്റിന് പ്രിപ്പയർ ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കും? ഓപ്പണിംഗ് ഡേറ്റിനുള്ള ക്യാപിറ്റൽ കണ്ടുപിടിക്കും. അതുപോലെ ക്ലോസിംഗ് ഡേറ്റിന് തന്നിട്ടുള്ള അസറ്റ്സും ലയബിലിറ്റീസും വെച്ച് ക്ലോസിംഗ് ഡേറ്റിനും നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തിട്ട് ക്ലോസിംഗ് ഡേറ്റിൻ്റെ എന്ത് കണ്ടുപിടിക്കും? ക്യാപിറ്റൽ കണ്ടുപിടിക്കും. ഓക്കെ, ഈ രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ പ്രിപ്പയർ ചെയ്യും. നിങ്ങൾ നോട്ട്ബുക്കൊക്കെ എടുത്ത് നോക്ക്, അതിനകത്തുണ്ടാവും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓർ ലോസ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കും. ഇതിൻ്റെയൊക്കെ ഫോർമാറ്റ് നിങ്ങളെ നോട്ട്ബുക്കിലുണ്ടാവും. എല്ലാവരും നോട്ട്ബുക്കൊന്ന് മറിച്ചിട്ടൊന്ന് നോക്ക്, അതിനകത്ത് ഫോർമാറ്റ് ഉണ്ടാവും. എന്താണ് ഫോർമാറ്റ്? അതിൽ ക്ലോസിംഗ് ക്യാപിറ്റൽ വെച്ചിട്ട് തുടങ്ങും, അല്ലേ? അതിൽ നമ്മൾ എന്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും? ഡ്രോയിങ്സും അതുപോലെ അഡീഷണൽ ക്യാപിറ്റലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എന്ത് കണ്ടുപിടിക്കുന്നത്? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഒരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഇല്ല, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് മാത്രം വെച്ചിട്ടൊരു ചെറിയ പ്രോബ്ലം. ദെൻ ഫ്രം ദി ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് അസർട്ടൈൻ പ്രോഫിറ്റ് ഓർ ലോസ്. അതായത് ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് 1,60,000, ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് 1,50,000, അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് 25,000, ഡ്രോയിങ്സ് 30,000. ഇങ്ങനെ 4 ഐറ്റേ നമുക്ക് തന്നിട്ടുള്ളൂ. ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? 2 മാർക്കിനോ അല്ലെങ്കിൽ ഷോർട്ട് എസ്സേക്ക് ആയിട്ട് വന്നു കഴിഞ്ഞാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ,
അപ്പോൾ അതിനകത്ത് വന്നിട്ടുള്ള എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഹെഡിങ് കൊടുത്തു, ഡേറ്റ് നമ്മൾ കൊടുത്തു, ക്ലോസിങ് ക്യാപിറ്റൽ ഫോർമാറ്റ് നോക്കിയോ നിങ്ങൾ, ഓർമ്മ ഉണ്ടോ? ക്ലോസിങ് ക്യാപിറ്റൽ വെച്ചിട്ടല്ലേ തുടങ്ങണേ. ക്ലോസിങ് ക്യാപിറ്റൽ ആദ്യം എഴുതി, ക്ലോസിങ് ഡേറ്റ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ക്യാപിറ്റലിൽ നിന്ന് ഡ്രോയിങ്സ് നമ്മൾ എടുത്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കുമല്ലോ ക്ലോസിങ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഡ്രോയിങ്സ് തിരിച്ചങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഡ്രോയിങ്സ് ആഡ് ചെയ്ത് കൊടുക്കുക 30,000. അപ്പോൾ എത്ര കിട്ടി? 1,80,000 കിട്ടി. എന്താണ് ഡ്രോയിങ്സ് എന്നറിയോ? ഓർമ്മ ഉണ്ടോ? ഡ്രോയിങ്സ് പറഞ്ഞാൽ എമൗണ്ട് വിഡ്രോൺ ഫ്രം ദി ക്യാപിറ്റൽ ഫോർ പേഴ്സണൽ പർപ്പസ് ആണല്ലോ. ദാറ്റ് മീൻസ് ക്യാപിറ്റലിൽ നിന്ന് ഓണർ എന്ത് ചെയ്യും? അയാളുടെ പേഴ്സണലായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എമൗണ്ട് എടുക്കുക, എമൗണ്ട് വിഡ്രോ ചെയ്യുക. ആ ഒരു എമൗണ്ടിനെ നമ്മൾ എന്താ, അത് ബിസിനസ്സായിട്ട് റിലേറ്റഡ് അല്ല, ബിസിനസ്സിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ആയിട്ട് പേഴ്സണലായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. ആ എമൗണ്ടിനെ നമ്മൾ വിളിക്കുന്നതാണ് ഡ്രോയിങ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1,80,000 കിട്ടി. ദെൻ ലെസ് അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദി ഇയർ. അതായത് ഇയറിൽ, ആ ഒരു ഇയറിൽ ഇടയിൽ വെച്ചിട്ട് ക്യാപിറ്റൽ 25,000 കൊണ്ടുവന്നിട്ടുണ്ട്. ആ എമൗണ്ട് എന്ത് ചെയ്യുക? ലെസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്ലോസിങ് ക്യാപിറ്റലിൻ്റെ കൂടെ ഡ്രോയിങ്സ് തിരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. മുന്നേ ആഡ് ചെയ്തിട്ടുള്ള അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശരിക്കും 1,55,000 കിട്ടും. അതാണ് അഡ്ജസ്റ്റഡ് ക്ലോസിങ് ക്യാപിറ്റൽ. അതിൽ നിന്ന് ഓപ്പണിംഗ് ഡേറ്റിനുള്ള ക്യാപിറ്റൽ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് പ്ലസ് ഫിഗർ ആണെങ്കിൽ അത് പ്രോഫിറ്റും, മൈനസ് ആണെങ്കിൽ അത് ലോസും ആയിരിക്കും. അപ്പോൾ ക്ലോസിംഗ് ഡേറ്റിന് നമ്മുടെ കയ്യിൽ 1,50,000 ഉണ്ടായിരുന്നു. പക്ഷേ അതിന്ന് ഡ്രോയിങ്സ് എടുത്തിട്ടുണ്ട്, അതായത് പേഴ്സണൽ പർപ്പസിന് വേണ്ടി ക്യാഷ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് തിരിച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 30,000 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ എമൗണ്ട് 180 ആണ്. അതുപോലെ ഇടയിൽ കൊണ്ടുവന്നിട്ടുള്ള ക്യാപിറ്റലും അതിനകത്ത് ഉണ്ടായിരുന്നു അല്ലേ. ആ ക്ലോസിങ് ക്യാപിറ്റലിൽ നിന്ന് എടുത്തിട്ടുള്ള ഡ്രോയിങ്സ് നമ്മൾ തിരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ശരിക്കും 180 ഉണ്ടാവണമായിരുന്നു. അഡീഷണൽ ക്യാപിറ്റൽ കൊടുക്കുന്നത് നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. അത് ലെസ് ചെയ്ത് കൊടുത്താൽ 1,55,000 ബാക്കി നമ്മുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അതിന്ന് ഓപ്പണിംഗ് ഡേറ്റിന് പക്ഷേ നമ്മുടെ കയ്യിൽ 1,60,000 ഉണ്ടായിരുന്നുള്ളൂ. ആ എമൗണ്ടാണ് കുറഞ്ഞു പോവുക ചെയ്തത്. ഓപ്പണിംഗ് ഡേറ്റിന് 1,60,000 ഉണ്ടായിരുന്നത് കുറഞ്ഞു പോയി. എത്ര രൂപയായി മാറി? 1,55,000 ആയി മാറി. ദാറ്റ് മീൻസ് നമുക്കവിടെ ലോസാണ് സംഭവിച്ചത്. ഓക്കെ, അപ്പോൾ ഇത് പ്ലസ് ഫിഗർ ആണെങ്കിൽ നിങ്ങൾ എന്ത് എഴുതേണ്ടത്? പ്രോഫിറ്റ് ഇൻകേർഡ് ഡ്യൂറിങ് ദി ഇയർ എന്നാണ് എഴുതേണ്ടത്. ഓക്കെ അല്ലേ? ഇനി ദി ഫോളോയിങ് ആർ ദി ബാലൻസസ് ഓഫ് ശാന്തി ഓൺ 31st December 2018. കുറേ ബാലൻസ് ഫിഗർ തന്നിട്ടുണ്ട്. ബിൽസ് റിസീവബിൾ എന്താ? അത് അസറ്റാണ്. ബിൽസ് പേയബിൾ എന്താ? ലയബിലിറ്റിയാണ്. മിഷനറി അസറ്റ്, ഫർണിച്ചർ അസറ്റ്, ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റി, സ്റ്റോക്ക് അസറ്റ്, ഡെറ്റേഴ്സ് അസറ്റ്, ക്യാഷ് അസറ്റ്. അപ്പോൾ നമ്മളിത് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ അസറ്റ്സ് ഏത്, ലയബിലിറ്റി ഏത് എന്നുള്ളത് നോട്ട് ചെയ്യാം. ഓക്കെ, ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യണം? ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഈ ശാന്തിയുടെ ബുക്കിൽ ഈ പറഞ്ഞ ഡേറ്റിന് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ലയബിലിറ്റീസ് 2 ഐറ്റമല്ലേ ഉള്ളൂ, ക്രെഡിറ്റേഴ്സും ബിൽസ് പേയബിളും. അത് ആദ്യം എഴുതി. അതിനുശേഷം നമ്മൾ അസറ്റ് സൈഡിലേക്ക് വന്നു. നമുക്ക് ഏതൊക്കെ അസറ്റ്സ് തന്നിട്ടുണ്ട്? ക്യാഷ് ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്, ഡെറ്റേഴ്സ് ഉണ്ട്. അതായത് ലിക്വിഡ് ഫോമിലുള്ളതൊക്കെ ആദ്യം എഴുതി അല്ലേ. ഇനിയോ ബിൽസ് റിസീവബിൾ ഉണ്ട്, ഫിക്സഡ് അസറ്റ് ഏതൊക്കെയുള്ളത്? മെഷീനറി ഉണ്ട്, ഫർണിച്ചർ ഉണ്ട്. എല്ലാ എമൗണ്ടും നമ്മൾ ആഡ് ചെയ്ത് 1,95,000 കിട്ടും. നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കൂ, 1,95,000 കിട്ടും. അതിൽ നിന്ന് 2 ലയബിലിറ്റി അല്ലല്ലോ, ആ 2 ലയബിലിറ്റി ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എമൗണ്ട് ആയിരിക്കും ക്യാപിറ്റൽ. അപ്പോൾ ഈ ഡേറ്റിനുള്ള ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ എങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യാമെന്ന് ഓർമ്മ വന്നല്ലോ അല്ലേ. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഓപ്പണിംഗ് ഡേറ്റിനും ക്ലോസിംഗ് ഡേറ്റിനും വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഇവിടെ നമ്മൾ ഒരു ഡേറ്റ് തന്നിട്ടുണ്ട്, ആ ഡേറ്റിൽ ഇൻഫർമേഷൻ വെച്ചിട്ട് ക്യാപിറ്റൽ കണ്ടുപിടിച്ചു. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഏകദേശം ഐഡിയ കിട്ടി. അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നുള്ളതും ഐഡിയ കിട്ടി. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നോട്ട്ബുക്ക് എടുക്കുക. സിംഗിൾ എൻട്രിയിൽ ഞാൻ പറഞ്ഞു തന്ന ഫസ്റ്റത്തെ പാർട്ട് ഉണ്ടല്ലോ, അതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് വാട്ട് ഈസ് സിംഗിൾ എൻട്രി സിസ്റ്റം, അതുപോലെ കമ്പാരിസൺ ബിറ്റ്വീൻ സിംഗിൾ എൻട്രി ആൻഡ് ഡബിൾ എൻട്രി, കമ്പാരിസൺ ബിറ്റ്വീൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആൻഡ് ബാലൻസ് ഷീറ്റ്,
പിന്നെ ടൈപ്സ് ഓഫ് സിംഗിൾ ഒക്കെ 2 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ പ്യുവർ സിംഗിൾ അതുപോലെ പിന്നെ വേറെ ക്വാസി അങ്ങനെയുള്ള സിമ്പിൾ അല്ലേ, ആ 3 ഐറ്റം പറഞ്ഞു തന്നിട്ടുണ്ട്. അത്രയൊക്കെ തന്നെ അന്ന് വരുള്ളൂ. പിന്നെ ചോദിക്കാവുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്താണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിന് ചിലപ്പോൾ 4 മാർക്ക് ഷോർട്ട് എസ്സേ, 3 മാർക്കിൽ എനിക്ക് ഷോർട്ട് എസ്സേയിലൊക്കെ ചോദ്യം വരാറുണ്ട്. അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെൻറ്റും എങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളതെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം ഓർമ്മ വന്നില്ലേ? ഇനി നിങ്ങൾ നോട്ടും ടെക്സ്റ്റൊക്കെ ഒന്ന് എടുത്ത് റെഫർ ചെയ്തിട്ട് പഠിക്കും. ഓക്കെ.